നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരു 10 പേർക്ക് ഞാൻ എന്തായാലും ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു ഗിഫ്റ്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോസിനൊക്കെ കമൻറ്റ് ഇട്ടോളൂ. ഇവിടെ കുറേയധികം വീഡിയോസിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇന്നും നമ്മളൊരു 3D ആർട്ട് തന്നെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു 3D ആർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബുക്കിൻ്റെ സെൻറ്ററിൽ നിന്നും നാനാഭാഗത്തേക്ക് 2 ലൈൻസ് അടുപ്പിച്ച് വരത്തക്ക വിധം വരയ്ക്കുന്നുണ്ട്. ബാക്കി വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിന് നമുക്ക് വേറെ കളർ കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ 2 ലൈൻസ് അടുപ്പിച്ച് വരുന്ന ഒരു ഭാഗം ഞാൻ എന്തായാലും ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന സ്പേസസ് ഇല്ലേ, അവിടെ നമ്മൾ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രഷ് പെൻസ് ഉള്ളതുകൊണ്ട് തന്നെ വേഗം കഴിയുന്നുണ്ട്. ആൽക്കഹോൾ മാർക്കേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് പാടുപെട്ടേനെ. പിന്നെ ഈ ഒരു ആൽക്കഹോൾ മാർക്കേഴ്സ് നമ്മൾ കുറേയധികം കളേഴ്സൊന്നും അവൈലബിൾ അല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. മീൻസ് നമ്മൾ കളർ കൊടുത്തിട്ട് വലിയ സുഖമില്ലാത്ത പോലെ. ഇതിപ്പം ബ്രഷ് പെണ്ണിനെ പൊന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൽക്കഹോൾ മാർക്കേഴ്സിനെ അങ്ങോട്ട് താഴ്ത്തണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. രണ്ടിൻ്റേതായിട്ടുള്ള ഗുണം കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ യെല്ലോ കളർ വരുന്ന ഭാഗത്തു നിന്നും അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തു നിന്നും എൻഡിലേക്ക് ഒരു വര വരയ്ക്കുന്നു. പിന്നെ അതേ ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നു. അങ്ങനെ ബാക്കി വരുന്ന പോർഷനെല്ലാം നമ്മൾ ബ്ലാക്ക് കൊടുത്ത് ഫില്ല് ചെയ്യുന്നു. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഗിഫ്റ്റിൻ്റെ കാര്യം ഒന്നും ആരും മറക്കണ്ട. അപ്പോൾ എങ്ങനെയാണ്, ഒരു ലൈക്കും സബ്സ്ക്രൈബൊക്കെ പോരല്ലേ.